എൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാം തന്നെ ഈ കാർട്ടൂണും അങ്ങനെയൊക്കെ കണ്ടിരുന്ന സമയത്ത് കാണാൻ അനുവദിക്കുമായിരുന്നു. കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ പത്രം വായനയും അവർ ശീലമാക്കി. സ്കൂളിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക. സമ്മാനമൊന്നും വേണ്ട, പക്ഷെ പങ്കെടുക്കണം. അത് വളരെ നിർബന്ധമായിരുന്നു. എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ കോൺഫിഡൻസും ഒരു സാമൂഹിക അവബോധത്തോടെയും കൂടെ എനിക്ക് വളരാൻ ഉള്ളൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് എൻ്റെ പപ്പായും അമ്മച്ചിയും തന്നെയാണ്. എൻ്റെ മകൾ എനിക്ക് കാണിച്ചു തന്ന ഒരു ജീവിത സത്യം എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായിട്ട് വളരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വതന്ത്രമായി കുഞ്ഞുങ്ങളെ വളരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ വലിയ സ്വപ്നങ്ങളെല്ലാം നെയ്തെടുക്കാനായിട്ട് അവർക്ക് പറ്റും. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എംപ്ലോയ്മെൻറ്റ് സ്റ്റെബിലിറ്റിയും അത് എത്രത്തോളം ഒരു വ്യക്തിക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്കിലോ ഒന്നും പഠിച്ചല്ല, സ്വന്തം അനുഭവങ്ങളിലൂടെ പഠിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം, ജോലി വേണം, വരുമാനം വേണം, അങ്ങനെയൊക്കെ ഒരു ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ ഉള്ളൊരു തീരുമാനമായിരുന്നു അത്.